നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ബുധനാഴ്ച പുലർച്ചെയോടെ അതിശക്തമായ മഴ തോരാതെ പെയ്തിറങ്ങിയതോടെ നഗരത്തിലെ റോഡുകളും വീടുകളും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെള്ളം പൊങ്ങി. നിരവധി വീടിനകത്തളങ്ങളിലും പ്രളയസമാനമായി വെള്ളം പൊങ്ങുന്ന കാഴ്ചയാണ് പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആലപ്പുഴ ജില്ലയെ ദുരിതബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് BKMU സംസ്ഥാന സെക്രട്ടറി ആർ അനിൽകുമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദിന് നിവേദനം നൽകിയതായും ആർ അനിൽകുമാർ. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പുന്നപ്ര പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭാ പരിധിയിലെ ഹൈസ്കൂളുകളിൽ നിന്നും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കും. പ്രാദേശിക ചാനൽ രംഗത്തെ മികച്ച സംരംഭമായ ന്യൂസ് സ്റ്റാർ ചാനലും അക്കാദമിക് മേഖലയിലെ മികച്ച സ്ഥാപനമായ ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ NGO യൂണിയൻ ഹാൾ സംഘടിപ്പിക്കുന്ന പരിപാടി സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച പുലർച്ചെയോടെ അതിശക്തമായ മഴ തോരാതെ പെയ്തിറങ്ങിയതോടെ നഗരത്തിലെ റോഡുകളും വീടുകളും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെള്ളം പൊങ്ങി. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ബുധനാഴ്ച പുലർച്ചെയോടെ അതിശക്തമായ മഴ തോരാതെ പെയ്തിറങ്ങിയതോടെ നഗരത്തിലെ റോഡുകളും വീടുകളും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെള്ളം പൊങ്ങി. നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് വീടിനകത്തളങ്ങളിലടക്കം പ്രളയസമാനമായി മഴവെള്ളം കയറിയ നിലയിലാണ് ഇപ്പോഴുള്ളത്. ഓടകളിൽ നിന്നും ഇടത്തോടുകളിലേക്ക് എത്തുന്ന വെള്ളം കൃത്യമായി ഒഴുകി കനാലുകളിലേക്ക് പോകാത്തതാണ് വീടുകളിൽ വെള്ളം കയറുവാൻ കാരണം. മഴക്കാലത്തിന് മുന്നേ ഇടത്തോടുകൾ വൃത്തിയാക്കാത്തതാണ് ഇപ്പോഴുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് നാട്ടുകാരും ഒരേ സ്വരത്തിൽ ആക്ഷേപമുന്നയിക്കുന്നുണ്ട്. അതേസമയം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും തീവ്രമഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസും അറിയിച്ചു. കുട്ടനാടടക്കം എല്ലാ പ്രദേശങ്ങളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി തോട്ടപ്പള്ളിയിലെ ആകെയുള്ള 40 ഷട്ടറുകളിൽ 39 എണ്ണവും തുറക്കുകയും പൊഴി 70 മീറ്ററോളം മുറിച്ചിട്ടുമുണ്ട്. തണ്ണീർമുക്കം ബണ്ടിൽ 90 ഷട്ടറുകളും 4 ലോക്ക് ഗേറ്റുകളും തുറന്നു. ഇതുവഴി നീരൊഴുക്ക് സുഗമമായിട്ടുണ്ട്. ഇപ്പോൾ അന്ധകാരം നഴിയിലും ഷട്ടറുകൾ തുറന്ന് കടലിലേക്കുള്ള നീരൊഴുക്ക് സുഗമമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. AS കനാലിന്റെ ആഴം കൂട്ടിയതിനാൽ നീരൊഴുക്ക് സുഗമമായിട്ടുള്ളതായി അമ്പലപ്പുഴ തഹസിൽദാരും അറിയിച്ചു. ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് പമ്പ് ചെയ്ത് മാറ്റുന്നതിനായി ജില്ലാ ഫയർ ഓഫീസർക്കും പാടശേഖര സമിതി അംഗങ്ങൾക്കും പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർക്കും നിർദ്ദേശവും ഇതിനോടകം നൽകിയതായും അധികൃതർ അറിയിച്ചു. ജില്ലാതലത്തിൽ കളക്ടറേറ്റിലും താലൂക്ക് തലത്തിലും ദുരന്ത നിവാരണ കൺട്രോൾ റൂമുകൾ തുറന്നതായും അധികൃതർ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ജില്ലയെ ദുരിതബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് BKMU സംസ്ഥാന സെക്രട്ടറി ആർ അനിൽകുമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദിന് നിവേദനം നൽകിയതായും ആർ അനിൽകുമാർ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മഴക്കെടുതിയും അതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും കടൽക്ഷോഭവും മൂലം ആലപ്പുഴ ജില്ലയിലെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയും നിരവധി വീടുകളിൽ വെള്ളം കയറി വാസയോഗ്യമല്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും ഈ സാഹചര്യത്തിൽ ദുരിതബാധിത ജില്ലയായി ആലപ്പുഴ ജില്ലയെ പ്രഖ്യാപിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU സംസ്ഥാന സെക്രട്ടറി ആർ അനിൽകുമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദുരിതബാധിത ജില്ലയായി പ്രഖ്യാപിക്കണം. ആലപ്പുഴ ഇപ്പോൾ മഴക്കെടുതി മൂലം ജില്ലയിലെ ആകമാനം പ്രദേശങ്ങൾ ദുരിതമായി പ്രദേശമായി മാറിയിരിക്കുക. പ്രത്യേകിച്ച് കുട്ടനാട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൃഷി കഴിഞ്ഞതുകൊണ്ട് പാടശേഖരങ്ങൾ പമ്പിങ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാടശേഖരങ്ങളുടെ ചുറ്റുവട്ടം താമസിക്കുന്ന കാർഷിക മേഖല പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വെള്ളപ്പൊക്കത്തെ ഭീഷണി നേരിടുകയും വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചുകൊണ്ട് അടിയന്തരമായി പമ്പിങ് നടത്തുവാനുള്ള നടപടിക്രമം സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കണം. മറ്റൊന്ന്, കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുകയും അതോടൊപ്പം തന്നെ കടലിലേക്ക് വെള്ളം പോകുവാൻ വേണ്ടി കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊഴികളെല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുറിച്ച് നീരൊഴുക്ക് സുഗമമാക്കേണ്ടതായിട്ടുണ്ട്. പാടശേഖരങ്ങളിൽ കൃഷി കഴിഞ്ഞതിനാൽ പമ്പിംഗ് നടക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്.
പമ്പിംഗ് നടത്തേണ്ട ചിലവ് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് അടിയന്തരമായി പമ്പിംഗ് ആരംഭിച്ചെങ്കിൽ മാത്രമേ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് താമസിക്കുന്നവരെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കാനാകൂ. തീരദേശവുമായി ബന്ധപ്പെട്ട പൊഴികളെല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുറിച്ചുവിട്ട് കടലിലേക്കുള്ള നീരൊഴുക്ക് സുഗമമാക്കണമെന്നും തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട് എന്നിവയിലുള്ള നീരൊഴുക്ക് സുഗമമാണെന്ന് ഉറപ്പുവരുത്തുകയും ദുരിതബാധിത പ്രദേശങ്ങളിലുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ ക്യാമ്പുകൾ ആരംഭിച്ച് ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ ആവശ്യമുന്നയിച്ച് ജില്ലയുടെ ചുമതലയുള്ള കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിന് അടിയന്തര നിവേദനവും അനിൽകുമാർ കൈമാറി. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പുന്നപ്ര പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ KUWSA ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലയിലെ സംഘടനയുടെ അംഗത്തൊഴിലാളികൾക്കായി CCTV അനുബന്ധ പരിശീലന പഠന ക്ലാസും നിലവിലെ തൊഴിൽ സാഹചര്യത്തിൽ തൊഴിലാളികളെ വിവിധ തൊഴിലുകളിൽ പ്രാവീണ്യമുള്ളവരാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള തുടർ പഠന ക്ലാസുകളുടെ ഭാഗമായിട്ടാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. പുന്നപ്ര പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പഠന ക്ലാസ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K ജയദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം സാഗ്രോ സൊല്യൂഷൻ പ്രതിനിധി ക്ലാസിന് നേതൃത്വം നൽകി. ഭാരവാഹികളായ P ജോർജ് മാത്യു, CV രാജു, PV തമ്പി, ഡേവിഡ് ജോൺ, R അണ്ണാദുരൈ, ഷഫീഖ് പുറക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ നഗരസഭാ പരിധിയിലെ ഹൈസ്കൂളുകളിൽ നിന്നും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളെ ആദരിക്കും. പ്രാദേശിക ചാനൽ രംഗത്തെ മികച്ച സംരംഭമായ ന്യൂസ് സ്റ്റാർ ചാനലും അക്കാദമിക് മേഖലയിലെ മികച്ച സ്ഥാപനമായ ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ NGO യൂണിയൻ ഹാൾ സംഘടിപ്പിക്കുന്ന പരിപാടി സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 31 രാവിലെ 9 മണിയോടെയാണ് പരിപാടി ആരംഭിക്കുന്നത്. ആലപ്പുഴ നഗരസഭാ പരിധിയിലെ ഹൈസ്കൂളുകളിൽ നിന്നും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കും. പ്രാദേശിക ചാനൽ രംഗത്തെ മികച്ച സംരംഭമായ ന്യൂസ് സ്റ്റാർ ചാനലും അക്കാദമിക് മേഖലയിലെ മികച്ച സ്ഥാപനമായ ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ സംയുക്താഭിമുഖ്യത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 31 രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന അനുമോദന ചടങ്ങ് സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്യും. കളക്ടറേറ്റിന് സമീപം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ എന്നിവർ മുഖ്യാതിഥികളാകും. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ, കൗൺസിലർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. നഗരസഭയുടെ കീഴിലെ 15ഓളം ഹൈസ്കൂളുകളിൽ നിന്നായി 380ഓളം A+ കരസ്ഥമാക്കിയ കുട്ടികളും അനുമോദന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബുധനാഴ്ച പുലർച്ചെയോടെ അതിശക്തമായ മഴ തോരാതെ പെയ്തിറങ്ങിയതോടെ നഗരത്തിലെ റോഡുകളും വീടുകളും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെള്ളം പൊങ്ങി. നിരവധി വീടിനകത്തളങ്ങളിലും പ്രളയസമാനമായി വെള്ളം പൊങ്ങുന്ന കാഴ്ചയാണ് പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആലപ്പുഴ ജില്ലയെ ദുരിതബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് BKMU സംസ്ഥാന സെക്രട്ടറി R അനിൽകുമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി P പ്രസാദിന് നിവേദനം നൽകിയതായും R അനിൽകുമാർ. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പുന്നപ്ര പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭാ പരിധിയിലെ ഹൈസ്കൂളുകളിൽ നിന്നും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കും. പ്രാദേശിക ചാനൽ രംഗത്തെ മികച്ച സംരംഭമായ ന്യൂസ് സ്റ്റാർ ചാനലും അക്കാദമിക് മേഖലയിലെ മികച്ച സ്ഥാപനമായ ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ NGO യൂണിയൻ ഹാൾ സംഘടിപ്പിക്കുന്ന പരിപാടി സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.